പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടയ്ക്കാട് സെൻറ്റ് മേരീസ് ബേത്ലഹേം ഓർത്തഡോക്സ് പള്ളിയുടെ മുന്നിലാണ്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ ഒരു പേര് ഓട്ടുകിട്ടാപ്പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ. അപ്പോൾ നാളെ ഇവിടെ ഒരു സന്തോഷമുള്ള കാര്യം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. പുതുപ്പള്ളിക്കവലയിൽ നിന്ന് നേരെ നരിമറ്റങ്കവല വഴി തോട്ടയ്ക്കാട് ആശുപത്രിപ്പടിക്ക്. അപ്പം നാളെ ഇവിടെ ഒരു വീടിൻ്റെ ഗൃഹപ്രവേശനം നടക്കുകയാണ്. ഇത് തോട്ടയ്ക്കാട് ആശുപത്രിപ്പടിയാണ്. അവിടുന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് കുറ്റിക്കൽ പോകുന്ന വഴിയാണ്. അവിടുന്ന് ചെല്ലുമ്പോഴത്തേനും ഇവിടുത്തെ ഒരു ബോർഡ് ഉണ്ട്, സ്വപ്നക്കൂട് ഗൃഹപ്രവേശന ചടങ്ങ് നാളെ. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന വഴി മാളിയപ്പടിക്കുള്ള വഴിയാണ്. ആ വഴി സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഒരു കുരിശുംതൊട്ടിയുണ്ട്. അവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നത് വീണ്ടും മാളിയപ്പടി. ഇവിടുന്ന് നമ്മൾ വലത്തോട്ടാണ് തിരിയുന്നത്. അപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ ആശ്രയ ട്രസ്റ്റും നമ്മുടെ പുതുപ്പള്ളി MLA ചാണ്ടിയമ്മൻ്റെ സ്വപ്ന പദ്ധതിയുമായ വീടില്ലാത്തവർക്ക് വീട് എന്ന ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം നാളെ സാക്ഷാത്കരിക്കുകയാണ്. ഈ കയറ്റം കയറി നമ്മൾ ചെല്ലുമ്പോഴത്തേന് ഇവിടുത്തെ ബേത്ലഹേം ഓർത്തഡോക്സ് പള്ളിയാണ്. ഇതിൻ്റെ നേരത്തെ പേര് ഓട്ടുകിട്ടാപ്പള്ളി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സമീപത്തായിട്ടുള്ള മനോഹരമായ സ്ഥലത്താണ് ആദ്യത്തെ വീട് പൂർത്തിയായിരിക്കുന്നത്. നാളെ 2024 ജൂൺ 9 നാളെ 11 മണിക്കാണ് ഇതിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുന്നത്. തോട്ടയ്ക്കാട് SNDP ശാഖാംഗമായ തുമ്പിക്കാനിക്കൽ ബിനോയ് എന്നയാൾക്കാണ് വീട്, ആദ്യത്തെ വീട്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. ഈ അടുത്ത കാലത്താണ് ഇതിൻ്റെ തറക്കല്ലിട്ടത്. 600-650 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ വീട്. 6 സെൻറ്റ് സ്ഥലം മാത്രമാണ് ബിനോയ് സ്വന്തമായിട്ട് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇതാണ് ബിനോയ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകവശത്തെ കാഴ്ചയും കൂടെ കാണാം. വീടിൻ്റെ മുഴുവൻ പണിയും പൂർത്തിയായെന്നാണ് ബിനോയ് പറഞ്ഞത്. നാളെ താക്കോല് കൈമാറുന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഒരു നല്ല ടോയ്ലറ്റാണ്. ഇപ്പോഴത്തെ ആധുനിക സംവിധാനമുള്ള ടോയ്ലറ്റുണ്ട്. അതുപോലെ നല്ല വാഷ് ബേസിന്. അതുപോലെ ഇതൊരു ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമും ഒരു കിച്ചണും ഹോളുമാണ്. അപ്പോൾ നമുക്ക് കിച്ചണും കൂടെ കാണാം. ഇതാണ് നല്ല ഭംഗിയുള്ളൊരു കിച്ചണാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ചെറിയൊരു വാതിലും കൂടെ ഉണ്ട്. ഇവിടെ ഇതാണ് അടുത്ത ബെഡ്റൂം. അത് സാമാന്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അപ്പം നല്ല മനോഹരമായ ഒരു കൊച്ചു ഭവനം. സാമാന്യം വലിപ്പം തന്നെ ഉണ്ട് വീടിന്. ബിനോയ്ക്ക് ഒരുപാട് പേരോടാണ് നന്ദി പറയാനുള്ളത്. ഇപ്പോൾ ചാണ്ടിയമ്മനോട് ഏറ്റവും കൂടുതൽ, അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകരെ, തോട്ടയ്ക്കാട്ടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, അതുപോലെ ആ വാർഡിലെ പ്രവർത്തകരെ, അങ്ങനെ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ലെന്നാണ് പറയുന്നത്. നാളെ ഇതിൻ്റെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള പന്തലാണ് മുന്നിലിട്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇതിൻ്റെ തന്നെ ഉള്ളതാണ് ഈ കിണറും. അത് തുടക്കത്തിൽ ഒരു പാറയുണ്ടായിരുന്നു, എങ്കിലും അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ വെള്ളമാണ് കിണറ്റിൽ കെട്ടിയത്. അത് ബിനോയ് പറയുമായിരുന്നു, ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് വെള്ളം കിട്ടിയത് തന്നെ. അങ്ങനെ നാളെ 11 മണിക്ക് നടക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്.